ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇന്ത്യയിലെ റാംസർ സൈറ്റുകളെ കുറിച്ച് പഠിക്കാം. വീഡിയോയിലേക്ക് പോകാം. ലോകത്ത് 2535 റാംസർ സൈറ്റുകളാണുള്ളത്. ഓസ്ട്രേലിയയിലെ കോബർഗ് പെനിൻസുലയാണ് ലോകത്തെ ആദ്യത്തെ റാംസർ സൈറ്റ്. 1974. UK ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള രാജ്യം, 176. രണ്ടാമത് മെക്സിക്കോ, 144. 89 റാംസർ സൈറ്റുകളുള്ള ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള ദക്ഷിണേന്ത്യൻ രാജ്യം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ലോക തണ്ണീർത്തട ദിനം, ഫെബ്രുവരി 2. 1997 മുതലാണ് യുനെസ്കോ ഈ ദിനാചരണം ആരംഭിച്ചത്. അപ്പോൾ എന്നു മുതലാണ് തണ്ണീർത്തട ദിനം ആചരിച്ചു തുടങ്ങിയത്? 1997 മുതൽ. ഒഡീഷയിലെ ചിൽക്ക തടാകവും രാജസ്ഥാനിലെ കിയോലാഡിയോ നാഷണൽ പാർക്കുമാണ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി റാംസർ പട്ടികയിൽ ഇടം നേടിയ തണ്ണീർത്തടങ്ങൾ. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ്. ഏതാണ്? പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റാംസർ സൈറ്റ് ഹിമാചൽ പ്രദേശിലെ രേണുക തടാകമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റാംസർ സൈറ്റ് ഏതാണ്? ഹിമാചൽ പ്രദേശിലെ രേണുക തടാകം. റാംസർ ഉടമ്പടി യുനെസ്കോയുടെ അംഗീകാരത്തോടെ 1975 ഡിസംബർ 21 റാംസർ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നു. നിലവിൽ 172 രാജ്യങ്ങൾ റാംസർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 1982 ഫെബ്രുവരി 1 ഇന്ത്യ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. തണ്ണീർത്തടങ്ങൾ റാംസർ കൺവെൻഷന്റെ കീഴിൽ സംരക്ഷിക്കപ്പെടാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ള തണ്ണീർത്തട പ്രദേശങ്ങളാണ് റാംസാർ സൈറ്റുകൾ. കൺവെൻഷന്റെ നിർവചന പ്രകാരം പ്രകൃതിദത്തമായോ മനുഷ്യനിർമ്മിതമായോ സ്ഥായിയായോ താൽക്കാലികമായോ ശുദ്ധമായതോ ഉപ്പ് കലർന്നതോ ആയ വെള്ളക്കെട്ടുള്ള ചതുപ്പ് പ്രദേശങ്ങൾ, ഫെൻ, പീറ്റ്ലാൻഡ് എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. വേലിയിറക്ക സമയത്ത് 6 മീറ്ററിൽ കൂടുതൽ ആഴമില്ലാത്ത കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളെയും തണ്ണീർത്തടമായി കണക്കാക്കുന്നുണ്ട്. തടാകങ്ങൾ, നദികൾ, അരുവികൾ, അഴിമുഖങ്ങൾ, കണ്ടൽ പ്രദേശങ്ങൾ, ജലസംഭരണികൾ എന്നിവയെല്ലാം തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടും. ഇനി നമുക്ക് ഇന്ത്യയിലെ റാംസാർ സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പഞ്ചാബിൽ 6 എണ്ണമാണ്. 6 റാംസാർ സൈറ്റുകളാണുള്ളത്. ഏതൊക്കെയാണ്? ബിയാസ് കൺസർവേഷൻ റിസർവ്, കേശോപൂർ മിയാനി കമ്മ്യൂണിറ്റി റിസർവ്, കാഞ്ചലി, റോപ്പർ, ഹരിക്കെ തടാകം, നങ്കൽ വന്യജീവി സങ്കേതം. രാജസ്ഥാൻ സാംഭാർ തടാകം, കിയോലാഡിയോ നാഷണൽ പാർക്ക്. രാജസ്ഥാനിൽ 2 എണ്ണമേ ഉള്ളൂ, സാംഭാർ തടാകവും കിയോലാഡിയോ നാഷണൽ പാർക്കും. ഹരിയാന സുൽത്താൻപൂർ നാഷണൽ പാർക്ക്, ബിന്ദവാസ് വന്യജീവി സങ്കേതം. മധ്യപ്രദേശ് സംഖ്യ സാഗർ, സിർപൂർ തണ്ണീർത്തടം, യശ്വന്ത് സാഗർ, തവ റിസർവോയർ, ഭോജ് തണ്ണീർത്തടം. ഗുജറാത്ത് ഖിജാഡിയ വന്യജീവി സങ്കേതം, തോൽ തടാകം വന്യജീവി സങ്കേതം, നൽ സരോവർ, വദ്വാന തണ്ണീർത്തടം. മഹാരാഷ്ട്ര ലോണാർ തടാകം, താനെ ക്രീക്ക്, നന്ദൂർ, മധമേശ്വർ. മഹാരാഷ്ട്രയിൽ 3 റാംസർ സൈറ്റുകളാണുള്ളത്. ഏതൊക്കെയാണ്? ലോണാർ തടാകം, താനെ ക്രീക്ക്, നന്ദൂർ, മധമേശ്വർ. ഗോവയിൽ 1 ഉള്ളൂ, നന്ദ തടാകം. കർണാടക മഗധി കേരൈ കൺസർവേഷൻ റിസർവ്, അഘനാശിനി അഴിമുഖം, അംഗസമുദ്ര പക്ഷി സംരക്ഷണ കേന്ദ്രം, രംഗനത്തിട്ട് പക്ഷി സങ്കേതം. അപ്പോൾ ഈ രംഗനത്തിട്ട് പക്ഷി സങ്കേതം ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. രംഗനത്തിട്ട പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി കേരളം ശാസ്താംകോട്ട തടാകം, വേമ്പനാട് കോൾ തണ്ണീർത്തടം, അഷ്ടമുടി തണ്ണീർത്തടം. അപ്പോൾ കേരളത്തിൽ 3 എണ്ണമാണുള്ളത്. ശാസ്താംകോട്ട തടാകം, വേമ്പനാട് കോൾ തണ്ണീർത്തടം, അഷ്ടമുടി തണ്ണീർത്തടം. ജമ്മു ആൻഡ് കാശ്മീർ ഹൈഗം വെറ്റ്ലാൻഡ് കൺസർവേഷൻ റിസർവ്,
ഷാൽബഗ് വെറ്റ്ലാൻഡ് കൺസർവേഷൻ റിസർവ്, സുരിൻസാർ മൻസാർ തടാകങ്ങൾ, ഹൊക്കെർസാർ തണ്ണീർത്തടം, വൂളാർ തടാകം. അങ്ങനെ 5 ജമ്മു ആൻഡ് കാശ്മീരിൽ ഉള്ളത്. ലഡാക്ക് സോകാർ വെറ്റ്ലാൻഡ് കോംപ്ലക്സ്, സോമോറിരി. ഉത്തരാഖണ്ഡ് ആസാൻ കൺസർവേഷൻ റിസർവ്, ഒരെണ്ണേ ഉള്ളൂ ഉത്തരാഖണ്ഡിൽ, ആസാൻ കൺസർവേഷൻ റിസർവ്. ബീഹാർ നാഗി പക്ഷി സങ്കേതം, നക്തി പക്ഷി സങ്കേതം, കബർതാൽ തണ്ണീർത്തടം. ഹിമാചൽ പ്രദേശ് പോങ് ഡാം തടാകം, രേണുക തണ്ണീർത്തടം, ചന്ദർതാൽ തണ്ണീർത്തടം. അപ്പോൾ ഹിമാചൽ പ്രദേശിൽ 3 പോങ് ഡാം തടാകം, രേണുക തണ്ണീർത്തടം, ചന്ദർതാൽ തണ്ണീർത്തടം. ഉത്തർപ്രദേശ് സമസ്പൂർ പക്ഷി സങ്കേതം, പാർവതി അർഗ പക്ഷി സങ്കേതം, സർസായ് നവർ ജീൽ, സമൻ പക്ഷി സങ്കേതം, ബഖീര വന്യജീവി സങ്കേതം, ഹൈദർപൂർ തണ്ണീർത്തടം, നവാബ് ഗഞ്ച് പക്ഷി സങ്കേതം, അപ്പർ ഗംഗാ നദി, സൂർ സരോവർ, സാണ്ടി പക്ഷി സങ്കേതം. അങ്ങനെ ഉത്തർപ്രദേശിൽ 10 ഉള്ളത്. 10 റാംസാർ സൈറ്റുകളാണ് ഉള്ളത്. സിക്കിം ഖജോത് പൽരി തണ്ണീർത്തടം, ആസാം ഡിബോർബിൽ, മണിപ്പൂർ ലോക്തക് തടാകം, മിസോറാം പാല തണ്ണീർത്തടം, ത്രിപുര രുദ്രസാഗർ തടാകം. അപ്പോൾ ഇവിടെയൊക്കെ ഓരോന്ന് വീതമേ ഉള്ളൂ. പശ്ചിമ ബംഗാൾ സുന്ദർബൻ തണ്ണീർത്തടം, ഈസ്റ്റ് കൊൽക്കത്ത വെറ്റ്ലാൻഡ്. ഒഡീഷ ഹിരാക്കുഡ് റിസർവോയർ, ചിൽക്ക തടാകം, സത്കോസിയ മലയിടുക്ക്, അൻസുബ തടാകം, താമ്പാറ തടാകം, ഫിദാർ കനിക കണ്ടൽക്കാടുകൾ. ഇപ്പോൾ ഒഡീഷയിൽ 6 റാംസാർ സൈറ്റുകളാണ് ഉള്ളത്. തമിഴ്നാട് വെള്ളോട് പക്ഷി സങ്കേതം, വേടന്തങ്കൽ പക്ഷി സങ്കേതം, പിച്ചാവരം കണ്ടൽക്കാട്, കൂന്തൻകുളം പക്ഷി സങ്കേതം, ചിത്രാംകുടി പക്ഷി സങ്കേതം, ശുചീന്ദ്രം തെരൂർ തണ്ണീർത്തട സമുച്ചയം, പോയിൻ്റ് കാലിമർ വന്യജീവി പക്ഷി സങ്കേതം, ലോങ്ഗ്യൂഡ് ഷോല റിസർവ് ഫോറസ്റ്റ്, കാരൈവെട്ടി പക്ഷി സങ്കേതം, വേമ്പന്നൂർ തണ്ണീർത്തട സമുച്ചയം, കഴുവേലി പക്ഷി സങ്കേതം, നഞ്ചരായൻ പക്ഷി സങ്കേതം. ഈ നഞ്ചരായൻ പക്ഷി സങ്കേതം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ശക്കരക്കോട്ട പക്ഷി സങ്കേതം, തോർത്താങ്കൽ പക്ഷി സങ്കേതം, വടുവൂർ പക്ഷി സങ്കേതം, ഉദയമാർത്താണ്ഡപുരം പക്ഷി സങ്കേതം, കരികിളി പക്ഷി സങ്കേതം, കാഞ്ഞിരംകുളം പക്ഷി സങ്കേതം, ഗൾഫ് ഓഫ് മാന്നാർ മറൈൻ ബയോസ്ഫിയർ റിസർവ്, പള്ളിക്കാരനൈ മാഷ് റിസർവ് ഫോറസ്റ്റ്. അപ്പോൾ 20 റാംസാർ സൈറ്റുകളാണ് എവിടെയുള്ളത്? തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ എല്ലാം ഒന്ന് നോക്കി വെച്ചേക്കണം. ഇനി കേരളത്തിലെ റാംസാർ സൈറ്റുകൾ. അപ്പോൾ കേരളത്തിൽ എത്ര റാംസാർ സൈറ്റാണുള്ളത്? 3 ഏതൊക്കെയാണ്? വേമ്പനാട് കോൾ തണ്ണീർത്തടം, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. 2002 കേരളത്തിലെ 3 പ്രദേശങ്ങൾ റാംസാർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ 2002 കേരളത്തിലെ 3 പ്രദേശങ്ങൾ റാംസാർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ടത്. വേമ്പനാട് കോൾ തണ്ണീർത്തടം, വേമ്പനാട്ട് കായലും പ്രാന്തപ്രദേശങ്ങളും അടങ്ങുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം, 15,215 ചതുരശ്ര കിലോമീറ്ററാണ് ആകെ വിസ്തീർണം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. അഷ്ടമുടിക്കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. വിസ്തീർണം 61.4 ചതുരശ്ര കിലോമീറ്റർ. തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നും കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നും അറിയപ്പെടുന്നു. അപ്പം തണ്ണീർത്തടങ്ങളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? അഷ്ടമുടി കായലാണ്. പിന്നീട് കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നതും അഷ്ടമുടി കായലാണ്. ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 1269 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. അപ്പോൾ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. അപ്പോൾ ഇത്രയാണ് റാംസാർ സൈറ്റുകൾ. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് നോക്കി വെച്ചേക്കുക. റാംസാർ സൈറ്റുകളെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്.